KPCC ആഹ്വാനപ്രകാരം വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ M രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ DCC ജനറൽ സെക്രട്ടറി ശ്രീ കമ്മുക്കുട്ടി എടത്തോൾ ഉദ്ഘാടനം ചെയ്തു. സുരേഷ് ബാബു മാസ്റ്റർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ AP രാമദാസ് മാസ്റ്റർ, നീലടി സുധാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, മണ്ഡലം പ്രസിഡന്റുമാരായ TK ശുക്കൂർ, K ശ്രീജേഷ്, AK മുസ്തഫ, AP നൂറുദ്ദീൻ, M സജീവ് കുമാർ, ഹമീദ് പാറക്കൽ, VM മുസ്തഫ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ, പോഷക സംഘടനാ ഭാരവാഹികൾ, ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. വലിയ വർധനമാണ് ഓരോ പ്രാവശ്യവും. ഇന്ന് കേരളം അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് ജീവിക്കുന്ന ജനങ്ങളെ ആകെ പ്രയാസപ്പെടുത്തുന്നത്. ഒരു കോവിഡ് വന്നു, നമ്മുടെ നാടിൽ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നാം നേരിട്ടു. വെള്ളപ്പൊക്കമുണ്ടായി, പ്രയാസങ്ങളുണ്ടായി. വയനാട് ദുരന്തം നമ്മളെ വേട്ടയാടി. ഇങ്ങനെയൊക്കെ വലിയ കഷ്ടപ്പാടിലൂടെ ദൈനംദിന ജീവിതങ്ങളൊക്കെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇവിടെ വിലക്കയറ്റം കുതിച്ചു കയറുകയാണ് നിത്യോപസാധനങ്ങൾക്ക്. അതിൻ്റെ കൂടെയാണ് KSEB ബില്ല് കൂട്ടിക്കൊണ്ട് ഒരു ഉത്തരവിറക്കിയത്. ഇവിടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ കേരള മുഖ്യമന്ത്രിയായിരുന്നു. ശ്രീ ആര്യാടൻ മുഹമ്മദ് അന്ന് വൈദ്യുതി മന്ത്രിയായിരുന്നു. 3 രൂപയ്ക്ക് 4 രൂപയ്ക്കാണെന്ന് കരാർ അടിസ്ഥാനത്തിൽ വൈദ്യുതി വാങ്ങിയിരുന്നത്. ആ അടിസ്ഥാനത്തിലുള്ള കരാറ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വെട്ടിക്കുറക്കുകയും ആ കരാർ റദ്ദാക്കുകയുമാണ് ഉണ്ടായത്. പിന്നീട് അദാനിയെയും അംബാനിയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി വലിയ വിലക്ക് വൈദ്യുതി വാങ്ങിക്കുന്നതിനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടന്നത്. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.